ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ. അതിൽ നമ്മൾ ഉച്ചവരെയുള്ള ഭാഗങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയത്. ഉച്ചക്കുള്ള പണിയും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് ഞാനിത് നമ്മളെ ഖദീജ എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇന്നത്തെ വീഡിയോ പാർട്ട് 2-ൽ ഞാൻ കാണിക്കുന്നത് ലഞ്ച് കഴിഞ്ഞത് മുതലുള്ള ഈവനിങ് റുട്ടീനും രാത്രിയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ വായനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം നേരെ ലഞ്ച് കഴിക്കാൻ അങ്ങോട്ട് ഇരുന്ന്. അപ്പോൾ ഇന്ന് ഏട്ടൻ എന്തായാലും നേരം വൈകുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശപ്പും വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും നോക്കില്ല. അങ്ങനെ കാത്തു നിൽക്കുന്ന പരിപാടി അങ്ങനെയൊന്നുമില്ല കേട്ടോ. വിശന്നാൽ അങ്ങനെ എടുത്ത് കഴിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പോളിസി. അപ്പോൾ ഇത് നമ്മളെ ഇന്നത്തെ ചോറിൻ്റെ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചമ്മന്തി ഉണ്ട്, പിന്നെ 2 കഷ്ണം പപ്പടം എടുത്തിക്കണ്, രാവിലത്തെ ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ട്, ഇനി അത് കുറച്ചെടുത്ത്, പിന്നെ ഇന്നലെ രാത്രി വെച്ച മമ്പയർ ഉണ്ട്, ഇനി കുറച്ച് മമ്പയർ പുഴുങ്ങിയതുണ്ട്, ഇനി പുഴുക്ക് പോലെ ആക്കിയത് അതുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ എന്ന് പറയാൻ നമ്മൾ തൈരും പിന്നെ ഉരുളക്കിഴങ്ങ് ഉടച്ചതും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കിന് കേട്ടോ. ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അത് കൂട്ടിയിട്ടൊന്ന് ചോറ് കഴിച്ച് നോക്കിയപ്പം അതിൻ്റെ ആ ഒരു പുളിപ്പും തൈരിൻ്റെ ആ ഒരു പുളിപ്പും ആ ഒരു ഉരുളക്കിഴങ്ങൊക്കെ കൂടി കൂട്ടുമ്പം നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടി പരിപ്പ് കറി ഇനി പിന്നെ നമുക്ക് പച്ചക്കറിയാണ്. അപ്പോൾ അതൊക്കെ കൂട്ടി ചോറ് അങ്ങനെ അടിപൊളിയായിട്ട് അങ്ങോട്ട് കഴിച്ച്, ചോറ് എനിക്ക് കുറച്ച് സമയം എടുത്ത് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ചോറ് കഴിപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ അടുക്കളയിലേക്ക്. ഇനി കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോവും. അപ്പം ഞാൻ കിടക്കാൻ പോയില്ല, നേരെ അടുക്കളയിൽ പോയി കുറച്ച് പരിപാടി നമുക്കുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്നത്തെ നമ്മളെ ഡീപ്പ് ക്ലീനിങ്ങിൽ ഞാൻ വിചാരിച്ച കാര്യം ഈ ഒരു കിച്ചണിലെ കബോർഡിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ് കേട്ടോ. എൻ്റെ കബോർഡിൻ്റെ ഉള്ളിൽ അങ്ങനെ താഴെ ടൈലും കാര്യങ്ങളൊന്നും വെച്ചില്ല. ആ ഒരു സമയത്ത് വീട്ടിൽ കയറിക്കൂടുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് തട്ടിക്കൂട്ടി കയറിക്കൂടിയതാണ്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ടൈലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ കുറച്ചൊരു വൃത്തികേടാണ് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ മേലത്തെ ആ സ്ലാബും കാര്യങ്ങളൊന്നും തേക്കാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു ഉൾഭാഗം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്, പിന്നെ ഈ ഒരു ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റും കൂടി പിടിപ്പിച്ചതുകൊണ്ട് പെട്ടെന്ന് കാണുമ്പം ആഹാ എന്ന് തോന്നുന്നുണ്ടെങ്കിലും ആ ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഹേ എന്ന് പറയേണ്ട അവസ്ഥയാവും കേട്ടോ. പൊടിയും ചെറിയ വണ്ണാമ്പല പോലത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്യാപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനാണ് ഇന്നത്തെ പ്ലാന്, ഇന്നത്തെ ഡീപ്പ് ക്ലീനിങ്ങിലെ നമ്മളെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മൾ തുടയ്ക്കാനുള്ള തുണിയും വെള്ളവും പിന്നെ ചൂലും ആയുധങ്ങളൊക്കെ സെറ്റാക്കി. അതിൻ്റെ ഇടയ്ക്ക് ഈ എന്തിനാ പേപ്പറും പെന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രോസറി കാര്യങ്ങളൊക്കെ തീർന്നത് ഞാൻ ഈ ഒരു ഭാഗത്താണ് കേട്ടോ, ഗ്യാസ് സ്റ്റൗവിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള കബോർഡിലാണ് വെക്കൽ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുക്കണം. എല്ലാം ഏകദേശം തീർന്ന സ്ഥിതിയിലാണുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ടൊന്ന് എഴുതിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഷോപ്പിങ്ങിന് പോകുമ്പം സംഗതി സിമ്പിളായല്ലോ, പെട്ടെന്ന് കഴിയല്ലോ. അപ്പോൾ നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ എഴുതിയെടുത്ത് അതിനനുസരിച്ചിട്ടുള്ള മെനു റെഡിയാക്കിയിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പേപ്പറും പെന്നും ഇതിൻ്റെ കൂടെ തന്നെ അപ്പണിയും കൂടി അങ്ങോട്ട് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവച്ചതാണ്. അങ്ങനെ നമ്മളെ ക്ലീനിങ്ങിന് കുത്തിരുന്നിക്കണ്. വേറെ ഒന്നുമില്ല, ഇതിപ്പോൾ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് പുറത്തേക്ക് വെക്കുക, എന്നിട്ട് മൊത്തത്തിലൊന്ന് അതിൻ്റെ ഉള്ളൊക്കെ പൊടിയൊക്കെ തട്ടി ഒന്ന് അടിച്ച് വാരുക, പിന്നെ കബോർഡും ഒന്ന് നല്ലോണം ഒന്ന് വെള്ളം കൂട്ടി ഒന്ന് തുടച്ചെടുക്കുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ക്ലീനിങ് അവിടെ നടക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളോട് കുറച്ച് സത്യാവസ്ഥ എനിക്ക് പറയാനുണ്ട്. വേറെ ഒന്നല്ല, കുറേ ആയി നിങ്ങളോട് ഇത് ഷെയർ ചെയ്യണം എന്ന് ഞാനിങ്ങനെ വിചാരിക്കണേ. ഒരു സാഹചര്യം അങ്ങോട്ട് കിട്ടണില്ല. ഇപ്പം ഞാൻ എന്തായാലും ക്ലീൻ ചെയ്യാൻ ഇരുന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഇതിപ്പോൾ നിങ്ങളോട് പറയാനുള്ള സമയമായെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. വേറെ ഒന്നല്ല, ഭയങ്കര ബിൽഡപ്പിട്ട് പറയാനുള്ള കാര്യമൊന്നുമല്ല. അന്നാ കാര്യം ഉണ്ടോയെന്ന് വെച്ചാൽ കാര്യം ഉണ്ടാനും. നമ്മളിപ്പോൾ ഒരുപാട് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ നമ്മളിങ്ങനെ കുത്തിരുന്ന് കാണുമല്ലോ. അപ്പോൾ ഞാനും കാണലുണ്ട് കുത്തിരുന്ന് ഇതുപോലെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ്, ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, അങ്ങനെ വൃത്തിയായി കിടക്കണ വീട്, ആഹ് എന്ത് രസമല്ലേ, തിളങ്ങണ കിച്ചൺ, നല്ല അടിപൊളി മുഖം, അങ്ങനെ മിന്നി തിളങ്ങണ മുഖം, പിന്നെ ഒന്നിനൊരു കുറവില്ലാത്തൊരു ലൈഫിൽ. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെയെന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നൂല്ലേ. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം, നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമ്മളെ ലൈഫുമായിട്ട് ഓരോ ലൈഫിനെ കമ്പയർ ചെയ്ത് തുടങ്ങുന്ന ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അന്നേരം നിർത്തിക്കൊള്ളണ ഈ കാണുന്ന പരിപാടി. അല്ലെങ്കിൽ എന്താ വിചാരിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് നമ്മളോട് തന്നെ വെറുപ്പ് വരാൻ തുടങ്ങും, നമ്മളെ ലൈഫിനോട് തന്നെ ഒരു മടുപ്പ് വരാൻ തുടങ്ങും. അപ്പോൾ അത് ഉണ്ടാക്കാൻ നിൽക്കരുത് ഒരിക്കലും. ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് എന്താ, ഒന്നുമില്ലെങ്കിൽ വേറൊരു തരത്തിൽ നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പം അല്ലെങ്കിൽ ആ ഒരു കാര്യം വീഡിയോയിൽ കാണിക്കുന്ന സമയത്ത് നമ്മളെ ലൈഫിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ടാണ് ആ ആളെ നമ്മൾ ഇൻഫ്ലുവൻസർ, ആ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളെ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ എല്ലാവരുടെ കാര്യം ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ലെങ്കിൽ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ 24 മണിക്കൂറിലുള്ള എല്ലാ കാര്യം ഇപ്പം ഇതിപ്പോൾ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് തന്നെ ഞാൻ 2 പാർട്ടായിട്ട് ഇട്ട വീഡിയോ ആണ്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് 24 മണിക്കൂർ നടക്കുന്ന കാര്യം ഒരു ലൈവ് സ്ട്രീം പോലെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിലുള്ള മാക്സിമം പോയാലൊരു 10, 15, 20 മിനിറ്റ് നല്ല
കുറച്ച് സമയങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് കാണിക്കുന്നത്. ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല കാര്യം എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ എനിക്ക് നല്ല കാര്യമായിട്ട് തോന്നും, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്ലാനിങ്ങോ അല്ലെങ്കിൽ മീൽ പ്രിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം എൻ്റെ ലൈഫിലും കൂടി ആയിക്കഴിഞ്ഞാൽ എനിക്ക് ലൈഫ് കുറച്ചും കൂടി ഒന്ന് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുമ്പം അത് നമ്മൾ അഡാപ്റ്റ് ചെയ്യാമെന്നല്ലാണ്ട് അതിൽ കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണല്ലോ ഇവരുടെ ലൈഫ്, എൻ്റെ ലൈഫ് എന്താ എനിക്ക് ഇങ്ങനെ ആക്കാൻ പറ്റാത്തത്, അങ്ങനെയുള്ളൊരു കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ അവിടെ നിർത്തിക്കൊള്ളണം പരിപാടി, പിന്നെ അങ്ങോട്ട് കാണാൻ നിൽക്കരുത്. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ലൈഫിനോടൊരു വെറുപ്പും മടുപ്പും ഒക്കെ തോന്നി തുടങ്ങുക. നമ്മളോട് തന്നെ ഒരു എന്താ പറയുക, ഒരു പുച്ഛം ഉണ്ടാവില്ലേ, അത് തോന്നി തുടങ്ങും. അപ്പം ആ പണിക്ക് നിൽക്കരുത് ഒരിക്കലും. ഇപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ ഇതാ ഡീപ്പ് ക്ലീനിങ്ങിന് നിൽക്കുന്ന സമയത്താണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് സൂം ചെയ്ത് കാണിക്കുമ്പോഴാണ് നിങ്ങളിതൊക്കെ കാണുക. അല്ലെങ്കിൽ നിങ്ങളെന്താ വിചാരിക്കുക, അടിപൊളിയാണല്ലോ, സൂപ്പറാണല്ലോ, അങ്ങനെ ഞങ്ങൾ വിചാരിക്കും. ഞാൻ അതിൻ്റെ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു 10-15 മിനിറ്റ് മാത്രമേ നമ്മൾ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണുള്ളൂ. അതിൽ തന്നെ നമ്മൾ എന്താ പറയുക, നമ്മളെ ലൈഫിലുള്ള തളർച്ച ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും, അതുപോലെ നമുക്ക് സങ്കടങ്ങൾ വരുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്യാമറയിൽ പകർത്തി ഒരാളായിട്ട് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ മാനസികാവസ്ഥ പോലെയാണ് അല്ലേ. അങ്ങനെ ഷെയർ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാണ്ട് നല്ല കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഷെയർ ചെയ്യുക. അപ്പം വിചാരിക്കും ഓരോ ലൈഫ് അടിപൊളിയാണെന്ന് വിചാരിക്കുക. എല്ലാവരുടെ ലൈഫിലും ഏതെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷനിൽ പതർച്ച ഉണ്ടാവും, അല്ലെങ്കിൽ പോരായ്മകൾ ഉണ്ടാവും. എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. അങ്ങനെ ചിന്തിച്ചിട്ട് വീഡിയോ കാണാനിരിക്കുക. അതുപോലെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കിട്ടുമ്പം അത് നമ്മൾ ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊണ്ട്, അല്ലാതെ ഈ കമ്പാരിസൺ മെയിനായിട്ട് ഞാൻ പറയാൻ വന്നത്, പറഞ്ഞ് പോകുമ്പോൾ എന്തൊക്കെയോ അങ്ങോട്ട് പറഞ്ഞു പോകും. ഞാൻ മെയിനായിട്ട് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, സോഷ്യൽ മീഡിയയിലെ തിളക്കം കണ്ടിട്ട് നമ്മളെ ലൈഫിലെ ജീവിതത്തിലെ സന്തോഷങ്ങൾ കളയാണ്ടിരിക്കുക. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം. പറഞ്ഞ് കുറച്ചൊരു സീരിയസ് മോഡിലേക്ക് പോയ നമ്മൾ കുറച്ചൊന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞില്ലേ, നിങ്ങളെ തലയിലേക്ക് അങ്ങോട്ട് കയറില്ല. അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇത് സംഗതി അടിപൊളിയാണ് കേട്ടോ. എല്ലാവരുടെ വീട്ടിലും വേണ്ട ഒരു മസ്റ്റായിട്ടുള്ളൊരു സംഗതിയാണെന്ന് എനിക്ക് തോന്നിയൊരു പ്രൊഡക്റ്റാണ്. അത് ഈ സീലറില്ലേ, അത്ര വിലയെ വരുന്നുള്ളൂ, 120, 140 മാക്സിമം അങ്ങനെയൊക്കെ വരുള്ളൂ കേട്ടോ. ഞാൻ 18 പീസിൻ്റെ ഒരു സെറ്റായിട്ടുള്ളതാണ് വാങ്ങിയത്. നമ്മൾ ഈ ഗ്രോസറീസൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത പാക്കറ്റൊക്കെ ഒന്ന് സീൽ ചെയ്ത് വെക്കാൻ പറ്റിയ അടിപൊളി ഉപകാരമുള്ള സംഗതിയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് കബോർഡും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി. ഇനിയിപ്പോൾ മക്കൾ വരുമ്പോഴത്തേക്ക് ചായൻ്റെ പരിപാടി നോക്കണ്ടേ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ച് സൂപ്പ് വെക്കാമെന്ന് വിചാരിച്ച്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സൂപ്പ് പരീക്ഷിച്ച് നോക്കണത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് 10 രൂപേൻ്റെ 2 പാക്കറ്റ് സാമ്പിളായിട്ട് വാങ്ങിനി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കാം. ജസ്റ്റ് വെള്ളം തിളപ്പിച്ചിട്ട് ആ ഒരു പാക്കറ്റിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ സൂപ്പ് റെഡിയാണെന്നാണ് അതിൽ പറയണത്. അപ്പോൾ അതിൽ പറഞ്ഞ അളവിലുള്ള വെള്ളമൊക്കെ ഞാൻ അവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കണ്. അപ്പോൾ അത് അവിടെ നിന്ന് റെഡി ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇന്നൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. സിമ്പിളായിട്ടുള്ള നമ്മളെ വീട്ടിൽ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് എന്തായാലും ഫ്ലോപ്പായി പോവലില്ല കേട്ടോ സംഗതി. അപ്പോൾ അതുകൊണ്ട് അതിന് നിന്നതാണ്. അപ്പോൾ ഇന്നത്തെ ചായൻ്റെ പരിപാടി എന്താ, കട്ട്ലേറ്റും സൂപ്പും. ചായൻ്റെ പരിപാടി കട്ട്ലേറ്റ് സൂപ്പ് എന്നല്ല, വൈകുന്നേരത്തെ സ്നാക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ കട്ട്ലേറ്റ് സൂപ്പും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ തകൃതിയായിട്ട് പുരോഗമിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പരിപാടി. അപ്പോൾ ഞാൻ ഉള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് മുറിച്ചിട്ട് ആദ്യം ഒന്ന് വഴറ്റുകയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയൊന്നും ഇട്ടില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ സൺഫ്ലവറിലോ ഇത് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ വിരോധി ആയതുകൊണ്ട് ഒരുപാട് കാലം, ഒരു 500 വെളിച്ചെണ്ണ വാങ്ങിയാൽ ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് കാലം ഉണ്ടാവും കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് താളിക്കാനോ എന്തിനെങ്കിലും ഒന്ന് എടുക്കാമെന്നല്ലാണ്ട്, നന്ദൂട്ടിൻ്റെ കറി മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് മാത്രം ഒന്ന് താളിക്കാനൊക്കെ എടുക്കാമെന്നല്ലാണ്ട് വേറെ വെളിച്ചെണ്ണേൻ്റെ ഒരു പരിപാടിയും ഇല്ല കേട്ടോ. പിന്നെ ഇടയ്ക്ക് പൂതിക്ക് ഒരു പപ്പടം കാച്ചുക അങ്ങനത്തെ പരിപാടി മാത്രമേ ഉള്ളൂ. നന്ദൂട്ടിന് കൊടുക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ള ഇപ്പോഴത്തെ കലാപരിപാടികൾ. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണേൻ്റെ ചിലവ് കുറേ കാലത്തേക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും വെളിച്ചെണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ റെസിപ്പിയിലേക്ക് വരികയാണെങ്കിൽ ഒന്നുമില്ല, എല്ലാവരും കട്ട്ലേറ്റ് ഉണ്ടാക്കാനെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ എക്സ്പേർട്ടാണെന്ന് എനിക്കറിയാം. എന്നാലും ചിലപ്പോൾ ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലോ അതിൻ്റെ റെസിപ്പി അറിഞ്ഞാൽ നന്നേനെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഉപകാരമായിക്കോട്ടെ. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ മുറിച്ചിട്ടെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടിയായിട്ട് കുറച്ച് ഗരം മസാലയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയാണ് ഇട്ടത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ കുക്കറിൽ
ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വൃത്തിയാക്കണതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് പുഴുങ്ങി വെച്ചിന് കേട്ടോ, ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിന്. അപ്പോൾ അതും കൂടി ഒന്ന് ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇടാം. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കുറവേന് കേട്ടോ. അപ്പം ഞാൻ എന്താക്കി, എരിവിന് ഞാൻ പച്ചമുളക് ഇടൂല, കടിച്ചാൽ മക്കൾ കഴിക്കുമ്പം പച്ചമുളക് കടിക്കുമ്പോൾ ഭയങ്കര എരിവായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ പച്ചമുളക് ഇടണ്ടെന്ന് വിചാരിച്ചിട്ട്, നിങ്ങൾ ഇപ്പോൾ പച്ചമുളക് ഉണ്ടെങ്കിൽ അതൊന്ന് ചതച്ചിട്ടാലും മതി, മുളക് പൊടി ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ. അപ്പം ഞാൻ ഇത്തിരി മുളക് പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. അപ്പോൾ അതൊന്ന് അവിടെ നിന്നൊന്ന് റെഡിയായി വരട്ടെ. ആ ഒരു ഇതൊക്കെ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുള്ള അതും ഒന്ന് ഉടച്ചു കൊടുക്കാം. ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പാകമാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതൊന്ന് വറ്റി വരുമ്പോഴത്തേക്ക് ഇതൊന്ന് പാകമായി വരും കേട്ടോ, നമ്മളെ മസാല പാകമായി വരും. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് പരത്തുന്ന അധികം വെള്ളമായി പോയാൽ പിന്നെ അതൊന്നിനും പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ, ഏകദേശം ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ, നമുക്ക് കയ്യിൽ വെച്ച് ഉരുട്ടാൻ അല്ലെങ്കിൽ ഷേപ്പാക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിൽ മസാലയാക്കി എടുക്കുക കേട്ടോ. ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പരിപാടി പോലെ ആയിപ്പോയിന്നുണ്ടെങ്കിലോ, ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു കാര്യം കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. നമുക്കിപ്പോൾ ആരെങ്കിലും കാണാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന്, ആനിവേഴ്സറി, വെഡ്ഡിങ്, ഹൗസ് വാമിങ്, ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് എന്ത് കൊടുക്കുന്നുള്ളത് ആലോചിച്ച് നമ്മൾ കുറേ സമയം നിൽക്കൂലേ, ഒരു എത്തും പിടിയും കിട്ടൂല. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് നോവ ആർട്ടിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ ഇവരെ ഇൻസ്റ്റാ പേജിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാനിത് സ്ക്രീനിൽ കൊടുക്കാം. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് ഇങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഹാമ്പേഴ്സൊക്കെ കൊടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഓരോ പേജ് ആദ്യം ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട്. ഇവരെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് മാത്രമല്ല, നമുക്ക് ബഡ്ജറ്റ് പറഞ്ഞിട്ട് അതിനനുസരിച്ച് ബഡ്ജറ്റും ഒക്കേഷനൊക്കെ അനുസരിച്ചിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഹാമ്പർ ഇവർ അടിപൊളിയായിട്ട് ചെയ്തു തരും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. എന്നിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഒക്കേഷൻ, ഇപ്പോൾ ഓണം സീസണൊക്കെ അല്ലേ വരാൻ പോണത്, അപ്പോൾ ഓണത്തിന് ഹാമ്പേഴ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പം മറന്നുകൊണ്ട് മൈൻഡിലൊന്ന് വെക്കുക, ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഫാമിലി മെമ്പേഴ്സിനോ ഫ്രണ്ട്സിനോ കൊളീഗ്സിനോ അങ്ങനെ നമ്മളെ സ്പെഷ്യൽ വൺ ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല അടിപൊളിയായിട്ട് മെമ്മറബിൾ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മളെ വർത്താനത്തിൻ്റെ ഇടയ്ക്ക് ഇതാ കട്ട്ലേറ്റിലേക്കുള്ള മസാല റെഡിയായി. ഇനി കാര്യം സോ സിമ്പിളാണ്, എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ മുട്ട ഒരു മുട്ട എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അത് ബീറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് വേണം, അപ്പോൾ അതും ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി ഇതാ ഇതുപോലെ കുറച്ചൊന്ന് ചൂട് തണയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ആക്കി എടുക്കുക. കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ ആക്കി കഴിഞ്ഞിപ്പോൾ ഓരോ ഷേപ്പിന് വേണ്ടിയിട്ട് ഈ ഷേപ്പ് കട്ടേഴ്സ് ഉണ്ടാവും, ഹാർട്ടിൻ്റെ ഷേപ്പിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ മൂടി വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൗണ്ടാക്കി എടുക്കുക. ഇപ്പം ഞാൻ പിന്നെ നമുക്ക് കഴിക്കാനുള്ളതല്ലേന്ന് വിചാരിച്ചിട്ട് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ഷേപ്പാക്കി എടുത്തിട്ട് ഒന്ന് എഗ്ഗിലൊന്ന് കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ നന്ദൂട്ടിന് ഇതാ ഞാൻ എയർ ഫ്രയറിൽ സെറ്റാക്കി, എയർ ഫ്രയറിൽ അവിടെ വെച്ച് ഞങ്ങൾക്കുള്ളത് കുറച്ച് ഓയിൽ അതൊന്ന് ഷാലോ ഫ്രൈ പോലെ അതൊന്ന് ചെയ്തെടുക്കുകയാണ്. ഇവിടെയാണ് എനിക്ക് പണി പാളിയത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഈ സൂപ്പിൻ്റെ കാര്യം ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. സൂപ്പ് അങ്ങനെ കുടിച്ചിട്ടില്ലാനും, അപ്പോൾ അതുകൊണ്ട് എന്താ ഇത് സംഭവം എന്നുള്ളതും എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. അപ്പം ഞാൻ വലിയ കാര്യത്തിൽ അതിൽ പറഞ്ഞ അതേപോലെ കറക്റ്റ് അളവിൽ വെള്ളമൊക്കെ എടുത്ത് തിളപ്പിച്ച് ജസ്റ്റ് വേറെ ഒന്നും ചെയ്യാനില്ല, വെള്ളം തിളപ്പിച്ച വെള്ളം ഈ ഒരു പൗഡറിലേക്ക്, സൂപ്പിൻ്റെ പൗഡറിലേക്ക് ഒഴിച്ചു കൊടുക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇതുപോലെ ഒഴിച്ചെടുത്ത് നോക്കുമ്പോൾ നല്ല കട്ടയില്ലാണ്ടൊക്കെ ഇളക്കി എടുത്ത് കഴിഞ്ഞപ്പോൾ ഈ പുളിവെള്ളത്തിൽ എന്തൊക്കെയോ മസാലപ്പൊടികൾ ഇട്ടിട്ട് എന്തിൻ്റെയൊക്കെയോ ടേസ്റ്റ് പോലെ, ഒന്നും പറയണ്ട, വായിൽ വെക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. പക്ഷേ ചിലർക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാവും കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ആർക്കും ആ ഒരു ടേസ്റ്റ് ഇഷ്ടമായില്ല. അപ്പാട് കൊണ്ടുപോയി മറക്കേണ്ടി വന്നിട്ടോ. ഞാൻ ഒരുവിധം സാധനങ്ങളൊക്കെ കഴിക്കാൻ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പറ്റുന്നുണ്ടെങ്കിൽ ഒരുവിധമൊക്കെ ഞാൻ കഴിച്ച് തീർക്കലാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ സാധനമല്ലേ എന്നുള്ളത് മൈൻഡിൽ വെച്ചിട്ട്. പക്ഷേ എനിക്കിത് ഒരു വിധത്തിലും കഴിക്കാൻ പറ്റണില്ല. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായിപ്പോയി. പിന്നെ കട്ടനും ഇട്ട് ഞങ്ങളെ കട്ട്ലേറ്റും കൂട്ടിയിട്ട് ചായപരിപാടി അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞിട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഈ കബോർഡൊക്കെ വൃത്തിയാക്കിയതുകൊണ്ട് അടുക്കളയിൽ മൊത്തത്തിൽ കച്ചറയായിട്ട് അലമ്പായി പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്ത് ഇനിയിപ്പോൾ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചപ്പോൾ സ്നാക്കും ഡിന്നറും ഞാൻ അങ്ങനെ പിറ്റേ ദിവസം അങ്ങനെ പ്ലാൻ ചെയ്യലില്ല കേട്ടോ. അത് ഞാൻ ആ ഒരു ഉച്ച സമയത്തൊക്കെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വെറൈറ്റി ഒക്കെ കാണുന്ന സമയത്ത് അതങ്ങോട്ട് ഉണ്ടാക്കുക ചെയ്യാം.
അപ്പോൾ ശിഖമോൾ അതിൽ ഞാൻ കുനാഫേൻ്റെ സാധനങ്ങളൊക്കെ കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവച്ചിന് കേട്ടോ. അപ്പോൾ കുനാഫ പ്ലീസ് എന്നും പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു ബോർഡുമ്മൽ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്കുള്ള മെനു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും ചട്നിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവിന് ഞാൻ ഇതാ വെള്ളത്തിലിട്ട് വെച്ചിന് കേട്ടോ. അരിയും ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ചതുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് അത് അരച്ചെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പരിപാടി. അപ്പോൾ അത് നമുക്ക് നല്ലോണം ഇതുപോലെ അരച്ചെടുക്കാം. പിന്നെ ഈ ഒരു ജാറ് ഞാൻ എപ്പം ഈ ബുള്ളറ്റ് ജാർ എപ്പം ഞാൻ കാണിക്കുമ്പോഴും ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വാങ്ങിയത്, ഓൺലൈനാണോന്ന്. ഓൺലൈനിലൊക്കെ ഇഷ്ടം പോലെ ഇതുപോലത്തെ നല്ല നല്ല പ്രൊഡക്ട്സ് ഉണ്ട്, കമ്പനി പ്രൊഡക്ട്സ് ഉണ്ട്. അത് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുക, ഞാൻ റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട്. ഇത് ഞാനിവിടെ ബിസ്മിന്ന് വാങ്ങിയതാണ് കേട്ടോ. കോഴിക്കോട് പോയ സമയത്ത് അവിടുന്ന് ബിസ്മിയിൽ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ അത് മാവൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ അതാ പോയി, എല്ലാം താഴെപ്പോയി. അത് ക്യാമറയിൽ ഇങ്ങനെ നോക്കിയിട്ട് ഒരു കൈയോട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ പറ്റുന്ന അമിളികളാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നാളത്തേക്കുള്ള ചമ്മന്തിക്കുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ ഈ ജാറിൽ ഇങ്ങനെ സെറ്റാക്കി ഫ്രിഡ്ജിൽ അവിടെ എടുത്ത് വെച്ചാൽ, തേങ്ങ ചെറിയതും ചമ്മന്തിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ നേരെ എടുത്ത് കൊണ്ടുവരിക, ഒരു 2 കറക്ക് കറക്കിയാൽ ചമ്മന്തി സെറ്റായി, ചട്നി സെറ്റായി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നുള്ളത് നമുക്ക് ഉപ്പേരിക്കുള്ളതേന് കേട്ടോ. അപ്പോൾ ഞാൻ പയറിൻ്റെ ഉപ്പേരിയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് ഇതുപോലെ കണ്ടെയ്നറിലാക്കി വെച്ച്, പിന്നെ ഇതിപ്പോൾ നമുക്ക് മീൻകറി വെക്കാനുള്ള ചെമ്മീൻ ഉണ്ടേന്. അപ്പോൾ അത് കറി വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീൻകറിക്കുള്ള സംഗതികളൊക്കെ ഒന്ന് ഇതുപോലെ അരിഞ്ഞ് അതും ഫ്രിഡ്ജിൽ അവിടെ വെച്ച്, ഇതാ മീനൊക്കെ നല്ലോണം വൃത്തിയാക്കി, കുറച്ച് മത്തിയും കിട്ടി കൊഞ്ചനും കിട്ടിയിട്ട്, അപ്പോൾ അത് രണ്ടും വൃത്തിയാക്കി അതും എടുത്ത് വെച്ച്. അപ്പോൾ ഇത് അടുക്കളയിലുള്ള നാളത്തേക്കുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനിയുള്ള കുറച്ച് കിരിപ്പിത്തിരി പരിപാടിയാണ് ഇനിയുള്ളത്. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് നമ്മളെ ഈ കർട്ടനില്ലേ, ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു വൃത്തികേടൊന്നും തോന്നൂലെങ്കിലും ലൈറ്റ് കളറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇവിടേക്ക് ഇങ്ങനെ കരിമ്പും കുത്തിയ പോലെ ഈ സെൻറ്റർ ഭാഗത്താണ് കേട്ടോ അധികം ഉള്ളത്, 2 സൈഡിലേക്ക് അത്ര തോന്നണില്ല. അപ്പം ഞാൻ എന്ത് വിചാരിച്ച് ഈ ഒരു പിന്നെ ഈ കർട്ടൻ കാണിക്കുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്തതെന്നുള്ളത് അധികം ആൾക്കാരും ചോദിക്കലുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ സ്പ്രിങ് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അളന്നിട്ട് നമ്മൾ ഈ ഹാർഡ്വെയർ ഷോപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അവിടുന്ന് ഇങ്ങനെ അളവ് പറഞ്ഞു കൊടുത്താൽ ഓരത് അളവിനനുസരിച്ചിട്ട് മുറിച്ച് തരും കേട്ടോ. അപ്പോൾ സ്പ്രിങ് ആയതുകൊണ്ട് നമുക്ക് വലിച്ച് നല്ല ടൈറ്റ് ആക്കിയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റ് നല്ല വൃത്തിയിൽ കിടക്കും. അപ്പോൾ അത് ഞാൻ 2 ഭാഗത്തും ഈ ഒരു സ്പ്രിങ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുടുക്കിയിട്ടാണ് കർട്ടൻ ഫിറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ ചുരുക്കി വെക്കുമ്പോൾ അത്രത്തോളം വൃത്തികേട് മനസ്സിലാവില്ല ആ ഒരു ലൈറ്റ് കളർ. അപ്പോൾ അത് അങ്ങോട്ട് 2 സൈഡിലേക്ക് ചുരുക്കി വെച്ചിട്ട് നടുഭാഗത്ത് ഇതുപോലെ എനിക്ക് ഒരു അജ്രക്കിൻ്റെ പീസിൻ്റെ കയ്യിലുണ്ടേനി കേട്ടോ, പണ്ടപ്പോഴോ വാങ്ങി വെച്ചത്. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ ഓർമ്മ വന്നപ്പം വേഗം അതെടുത്ത് കൊണ്ടുവന്നു. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യാൻ മെഷീൻ കംപ്ലൈൻറ്റ്, അപ്പം അതിൻ്റെ മുകളിൽ കുറേ പണിയെടുക്കേണ്ടി വരും. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് അതൊന്നും ഇങ്ങനെ പിൻ ചെയ്ത് വെച്ച്, കോട്ടൻ്റെ ആയതുകൊണ്ട് അത് അവിടെ പറഞ്ഞെടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പിൻ ചെയ്ത് വെക്കാമെന്ന് വെച്ചിട്ട് 2-3 പിന്നൊക്കെ എടുത്തുകൊണ്ടുവന്ന് അതവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. അപ്പോൾ കാണുമ്പം ആ ഒരു വൃത്തിയോടൊക്കെ പോയിട്ട് ഇപ്പം വേറൊരു ലുക്കായി. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വട്ട് പരിപാടികളൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അതങ്ങനെ അവിടെ സെറ്റ് ചെയ്ത് വെച്ച്, അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ LED സ്ട്രിപ്പ് ലൈറ്റ് വെച്ചിനല്ലോ കബോർഡിൻ്റെ ആ ഒരു താഴെ ആ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ അത് ആ താഴെ ഭാഗത്തായതുകൊണ്ട് നമ്മൾ ഈ വർക്ക് ചെയ്യണ സമയത്ത് അതിൻ്റെ ആ ഒരു ഷോ കിട്ടണില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇതിപ്പോൾ വേറെ ആൾക്ക് കാണാനല്ലല്ലോ, എനിക്ക് തന്നെ അത് കണ്ട് സംതൃപ്തി അടയാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ അടുക്കളയിൽ അങ്ങനെ വെക്കണേ. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു ഭാഗത്തും കൂടി അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മേലെഴുകൽ അങ്ങോട്ട് കഴിഞ്ഞിട്ട് അടുക്കളയിലുള്ള പണിയൊക്കെ കഴിഞ്ഞ് മേലെഴുകലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇങ്ങനെ അങ്ങോട്ട് ചെയ്താലോ എന്നുള്ള ബുദ്ധി തലയിൽ ഉദിച്ചത്. അപ്പോൾ ഇതാ സ്ട്രിപ്പ് ലൈറ്റ് പിന്നെ 2 ദിവസമായി ഇങ്ങനെ വന്ന് കിടക്കണം. അപ്പോൾ ഞാനത് എവിടെ വെക്കും എനിക്ക് സ്ട്രിപ്പ് ലൈറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി ആ ഒരു ലുക്ക്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ അങ്ങോട്ട് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വേഗം എടുത്ത് കൊണ്ടുവന്ന് അത് അങ്ങോട്ട് അവിടെ ഫിറ്റ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. ഇപ്പം നമ്മളത് എക്സ്പേർട്ട് ആയല്ലോ, ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് മുന്നേ ഫിറ്റ് ചെയ്തതുകൊണ്ട് തന്നെ വേഗം അതവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം കാണുമ്പം എൻ്റെ അടുക്കള തന്നെ മാറിപ്പോയി, സംഗതി വേറെ ലുക്കായി. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ അതൊക്കെ കണ്ടിങ്ങനെ നമ്മളെ മെയിൻ പരിപാടി നിർവൃതി അടയാന്നുള്ള പരിപാടിയാട്ടോ. പിന്നെ ഏട്ടൻ ഇവിടെ ഞാൻ എന്ത് ചെയ്താലും ഏട്ടൻ അങ്ങനെ വലിയ അഭിപ്രായം പറയല്ല, അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ചെയ്തുകൂടെ, അങ്ങനെയൊന്നും പറയലില്ല കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചൊരു ചേട്ടനോട്, ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ രാവിലെ പണിക്ക് പോണ ആൾ തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ വീട് മൊത്തത്തിൽ അങ്ങോട്ട് പറയും. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ ഏട്ടനോട് പറയും, ഇനിയിപ്പോൾ അപ്പുറത്ത് കല്ലും മണ്ണൊക്കെ കൂട്ടി സിമെൻറ്റൊക്കെ കുഴച്ച് ഇനി ഒരു റൂം എടുത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ അതിശയമൊന്നുമില്ല, ഞാൻ ഇറ്റാ പണിയെടുത്ത് വെക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ അണക്കെൻ്റെ വീട്ടിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, ഇമാതിരി പരിപാടി വേറെ വീട്ടിൽ പോയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇനി എന്തെങ്കിലും കാട്ടിക്കോ എന്ന് പറയും എന്നോട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പേടി എനിക്കില്ല. പക്ഷേ നിങ്ങൾ ഇമാതിരി പരിപാടികളൊക്കെ എടുക്കുമ്പോൾ പിന്നെ
വീട്ടുകാരോ ഹസ്ബൻഡൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഈ മാതിരി പണിക്ക് പോകണം കേട്ടോ. പിന്നെ പുട്ടിയൊക്കെ അടിച്ച പെയിൻറ്റ് ഇതുപോലെ വാൾപേപ്പറൊക്കെ ഒട്ടിക്കാന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങോട്ട് പറഞ്ഞു പോകും. നിങ്ങളത് വാൾപേപ്പർ വാങ്ങി ഒട്ടിച്ചിട്ട് ലാസ്റ്റ് വാൾപേപ്പർ വരയ്ക്കുമ്പോൾ പുട്ടി ഇങ്ങോട്ട് പറഞ്ഞു പോന്നു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു പോരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടാലോ.